ആർട്സിലെ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തിരുവചനം പഠിക്കാനുള്ള ജോണി ഇച്ചിരി ഒന്ന് ജോണി യെസ് പാപ്പ, ആ സൗണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത്. ദൈവജനം പഠിപ്പാൻ ദൈവമൊരുക്കുന്ന സന്ദർഭങ്ങൾക്കായി കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലിജി തുടർമാനമായിട്ട് നമ്മളോട് പത്രോസിൻ്റെ ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ഞാൻ ചില നാളുകൾക്ക് മുമ്പ് എടുത്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ചൂടെ പഠിപ്പിക്കുവാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്ന ടേബിൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും വരാനുള്ള സാവകാശമുണ്ട്. കാരണം വചനമൊക്കെ പഠിക്കുമ്പോൾ വെച്ച് കൊടുക്കുന്ന അടുത്തിരുന്നാൽ നല്ലതാണ്. സൂം ഉള്ളതുകൊണ്ട് അധികം വരുത്തല്ലോ മുമ്പോട്ട്. ശുശ്രൂഷിക്കുമ്പോൾ ഹൃദയം കൊണ്ട് അടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആത്മനിറവിൻ ജീവിതം, സ്പിരിറ്റ് ഫിൽഡ് ലൈഫ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി തെറ്റായ പഠിപ്പീരുകളുണ്ട്. മോനെ ഇച്ചിരി ഒന്ന് സൗണ്ട് കുറച്ച് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ട്. ഹൗളിംഗ് ഉണ്ട്, ഹൗളിംഗ്. എനിക്കത് നിങ്ങൾക്ക് അത് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്കേ ഉള്ളൂ. എക്കോ ഏതാണ്ടുണ്ട്. എന്താ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തെറ്റായ പഠിപ്പീരുകൾ ഒത്തിരിയുണ്ട്. അത് ഏറ്റവും കൂടുതലുള്ളത് പെന്തിക്കോസ് കോളത്തിലാണ്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ഇത്രയൊന്നുമില്ല. കരിസ്മാറ്റിക് മൂവ്മെൻറ്റിനെ പറ്റി എതിരായി പ്രസംഗിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ എതിരായി പ്രസംഗിക്കുന്ന ആളല്ല. ചില ഏരിയയിൽ നമുക്ക് എത്തപ്പെടാത്ത ഇടങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിക്കും. പക്ഷേ അവരിൽ വ്യാപരിക്കുന്ന ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണെങ്കിൽ അവരെ ദൈവം എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് ഇന്ന് പെന്തിക്കോസുകാരുടെ കുത്തകയൊന്നും വലുത് എല്ലായിടത്തുമുണ്ട്. എല്ലായിടത്തുമുണ്ട്. കത്തോലിക്കയിലുമുണ്ട്, മർത്തോമായിലുമുണ്ട്, യാക്കോബയിലും. പക്ഷേ അവർ ഈട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്നും ഒരുപോലെ പ്രാധാന്യതയുള്ള വ്യക്തികളാണ്. ഞാൻ ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, സാവകാശമായിട്ട് പോകുകയുള്ളൂ. 2 ചോദ്യം ചോദിക്കാനുള്ള സാവകാശമുണ്ട്. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമ്പോൾ അതാ എന്ന ജഡ്ജിയും ചോദിക്കരുത്. കാരണം ഇതിനോട് റിലേറ്റഡായിട്ട് ചോദ്യം ചോദിക്കണം. വേറൊരു ചോദ്യത്തിലേക്ക് പോകരുത് ഞാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, നമുക്ക് നിന്ന് സംസാരിക്കാം. ഒരാൾ ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ ചോദ്യം മാത്രമായിരിക്കില്ല, ഇത് മറ്റുള്ളവരുടെ കൂടി ആയിരിക്കും. അത് ക്ലിയർ ആയപ്പോൾ കുഴപ്പമില്ല. ഉടനെ മറുപടി കൽപ്പിക്കണമെന്നില്ല, അടുത്ത ആഴ്ച ആയിരിക്കാം. പഠിക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയും. ടീച്ചേഴ്സ്, 5-fold മിനിസ്ട്രിയിൽ ആരുണ്ട്? ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്. അത് ദൈവം അപ്പോയിൻ്റ് ചെയ്താക്കിയിരിക്കുന്ന. എന്നറിയാമോ? ദൈവജനത്തിന് വചനം പഠിപ്പിക്കണം. ഹോളി സ്പിരിറ്റ് ആരാണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യുന്നത്? നമ്മെ കർത്തൃവേലയ്ക്ക് വേണ്ടി എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ രൂപപ്പെടുത്തിയെടുക്കും? ഈ 3 കാര്യങ്ങളാണ് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹോളി സ്പിരിറ്റ് ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ പെന്തക്കോസ്ത് ലോകത്തിൽ ഇതിനെപ്പറ്റി ഒത്തിരി തെറ്റായ പഠിപ്പീരും ഒത്തിരിയൊക്കെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആർക്കും ഒന്നിലും വിശ്വാസമില്ല. ഞാനിത് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ഒരു ചെറിയ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒന്നിച്ചൊരു. അപ്പോൾ ചോദ്യം ചോദിക്കാം, പക്ഷേ അത് എന്തിനു വേണ്ടി ആയിരിക്കരുത്? പാസ്റ്ററിനേക്കാൾ കൂടുതൽ എനിക്ക് അറിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. 2, പാസ്റ്റർക്ക് അറിയാത്തത് എനിക്കറിയാം. അല്ലെങ്കിൽ ചിലരുണ്ട് ഈ കളിയാക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ട്. ഞാൻ എന്നോടല്ല, നമ്മുടെ സഭയിലൊന്നുമില്ല, അങ്ങനെ പൊതുവിലുള്ള കാര്യം. 3, തിരുവചനം പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണല്ലോ 5-fold മിനിസ്ട്രി കൊടുത്തിരിക്കുന്നത്. 1 അപ്പോസ്തോലൻ, അടുത്തത് പ്രവാചകൻ, ഇടയന്മാർ, ഉപദേഷ്ടകന്മാർ,
സുവിശേഷകന്മാർ. ഈ 5 മിനിസ്ട്രിയും ദൈവസഭയിലുണ്ട്. അപ്പോസ്തലന്മാർ ഇന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ കർത്താവിനോട് കൂടെ നടന്ന കർത്താവ് വിളിച്ച് വേർതിരിച്ച അപ്പോസ്തോല ശുശ്രൂഷയുള്ള 12 പേർ. അതിൽ ഒരാൾ പോയി, ബാക്കി 11 ചേർന്ന് പൗലോസ്, അങ്ങനെ 12. പൗലോസ്, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ലയോ? അപ്പോസ്തലന്മാർ എന്ന ക്വാളിഫിക്കേഷനിൽ യേശുവിനെ കണ്ടവരായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ കേഫാവിനെയും പോലെയൊക്കെ ഞാൻ അവനെ കണ്ടിട്ടില്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ഞാൻ ഒട്ടും കുറവുള്ളവനല്ല. അങ്ങനെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലും ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേലുമാണ് ദൈവസഭ പണിതിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അപ്പോസ്തോലിത്വം പ്രാപിച്ച 12 പേർ, അവർ എഴുതിയ ദൈവിക ഉപദേശ സത്യങ്ങളിൽ മേലാണ് ദൈവസഭ പണിതിരിക്കുന്നത്. ആ അപ്പോസ്തോലിക ശുശ്രൂഷ ഉള്ളവർ ഇന്ന് ഇല്ല. മനസ്സിലായല്ലോ? അപ്പം ഇന്നത്തെ അന്ന് പൗലോസിനെ വെളിപ്പെടുത്തുള്ളൂ, അതിലും കൂടുതൽ എനിക്ക് വെളിപ്പെടുത്തു തന്നോന്ന് പറഞ്ഞ് ആര് വന്നാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ആ പത്രോസും പൗലോസും ഒക്കെ അതാ പറയുന്നത്. ഇനി വേറൊരു വ്യക്തി വന്നാലും ഇതിലപ്പുറം, കാരണം അതെ, അപ്പം ദൈവാത്മാവിൻ്റെ വ്യക്തമായി, അതായത് തിരുവചനം വന്നത് ദൈവാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിൽ കൂടി എഴുതപ്പെട്ട ലേഖനങ്ങൾ, അത് ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്ത ലേഖനങ്ങളാണ്. ആ ലേഖനം ഇനി തിരുത്തി എഴുതാൻ പിന്നൊരു അപ്പോസ്തോലിത്വമില്ല, അതാണ് എൻ്റെ അർത്ഥം. പക്ഷേ ദൈവസഭയിൽ എന്തുണ്ട്? 5-fold മിനിസ്ട്രിക്കകത്ത് അപ്പോസ്തലൻ ഉണ്ട്, അയക്കപ്പെട്ടവൻ എന്നുള്ള വേറെ ഒരു വ്യത്യാസമില്ല, അയക്കപ്പെട്ടവൻ. ആ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ തിരുവചന ഉപദേശ സത്യങ്ങൾ എഴുതാൻ വേണ്ടി ദൈവം നിയോഗിച്ച് ഓർഡൈൻ ചെയ്ത് മാറ്റിയ അപ്പോസ്തോലിത്വം ഇന്ന് ഇല്ല. അത്രയേ ഉള്ളൂ. ഇടയന്മാർ ഒന്നില്ലെങ്കിൽ പിന്നെ മറ്റേതോ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇടയന്മാരുണ്ട്. ഇന്നത്തെ പ്രവാചക ശുശ്രൂഷ പ്രവാചകന്മാർ ഇല്ലെന്ന് പറയുന്നുണ്ട്, ഉണ്ട്, എല്ലാവരും ഉണ്ട്. സുവിശേഷകന്മാരുണ്ട്. പിന്നെന്തുവാ? ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിക്കുക. അതായത് പ്രസംഗം എന്ന് പറയുന്നത് ഒരു മെസ്സേജ്, ഒരു ദേവദാസ്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ദേവദാസിനോട് മെസ്സേജ് പറയുക എന്ന് പറയുമ്പോൾ ദിവസങ്ങളും അല്ലെങ്കിൽ മണിക്കൂറുകൾ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, അടുത്ത ദിവസം ഒരു ശുശ്രൂഷയ്ക്ക് പോകണം, നീ എന്താണ് അന്നത്തെ ജനത്തോട് സംസാരിക്കുന്നത്? എന്നാൽ ഇതിനകത്ത് കണ്ടിന്യൂസ് പഠിപ്പിച്ചാൽ മതി. പക്ഷേ അടുത്ത ഞായറാഴ്ച ഒരു ദൈവദാസൻ, ഞാനൊന്നുമില്ല, ആരായിട്ടും അടുത്ത ഞായറാഴ്ച എനിക്ക് ശുശ്രൂഷ, കർത്താവ് എന്താണ്? അപ്പം അടുത്ത ഞായറാഴ്ച വരാൻ പോകുന്ന ദൈവമക്കൾ ആരാണെന്ന് ദൈവത്തിനറിയാം. ആരൊക്കെ വരുമെന്നും ഏതെല്ലാം സാഹചര്യമാണെന്നും അവരുടെയൊക്കെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്നും എന്താണ് ചിന്തകളെന്നും എല്ലാം അറിയാവുന്ന പരിശുദ്ധാത്മാവ്. ഈ ലോഗോസ്, ഇതിന് പറയുന്ന ലോഗോസ് എന്ന എഴുതപ്പെട്ട വചനം, ഈ വചനത്തിനകത്തുനിന്ന് റീമ, വെളിപ്പെടുത്തപ്പെട്ട വചനം കിട്ടും. ഇപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു പറയുവാൻ എനിക്ക് റീമ വേണ്ട, ഇതുണ്ട്. പക്ഷേ ഈ വചനം വെച്ച് വായിക്കുമ്പോൾ പക്ഷേ ഇതിനകത്തുനിന്ന് അച്ചുകുഞ്ഞു പോലത്തെ ദൂതുകൾ കാണും. ഈ വചനം ഇന്ന് രാവിലെയും 23-ാം സങ്കീർത്തനം ഇവർ വായിച്ചായിരിക്കും. പക്ഷേ അതിനകത്തുനിന്ന് ഇവർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ചില ആത്മീയ മർമ്മങ്ങൾ, സത്യങ്ങൾ, വ്യക്തിപരമായ ദൂതുകൾ, അത് പ്രസംഗത്തിൽ കൂടെ കിട്ടും. സ്തോത്രം. അതിനാണ് റീമ എന്ന് പറയുന്നത്. വെളിപ്പെട്ട് കിട്ടിയ വചനം. അതെ, സ്തോത്രം. അത് ദൂത. അപ്പം അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും, ഒരു മണിക്കൂറോ അരമണിക്കൂറോ സുവിശേഷകൻ, ഒരു ദൈവദാസൻ പ്രസംഗിച്ചാൽ ആ എല്ലാ വചനവും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വചനം ഓരോരുത്തർക്കും ആയിരിക്കും. എന്താ കാര്യം? അന്ന് ആരൊക്കെ വരുമെന്നും ആരുടെയൊക്കെ ഹൃദയത്തിൽ എന്തെല്ലാം ഉണ്ടെന്നും പരിശുദ്ധാൻ. അതുകൊണ്ടാണ് തിരുവചനം ശുശ്രൂഷിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നത്. എപ്പോഴാണ് എന്നോടുള്ള ദൂത് കർത്താവ് പറയുന്നത് നമുക്കറിയത്തില്ല. നമ്മുടെ വിഷയങ്ങളെ സ്പർശിച്ച് ടച്ച് ചെയ്ത്, പക്ഷേ പഠിപ്പിക്കുന്നതിന് അത് വേണ്ട.
1 by 1 ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിച്ചാൽ മതി. അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യാഖ്യാനിച്ചു കൊടുത്താൽ മതി. അത് റീമയല്ലേ, വ്യാഖ്യാനമാണ്. വ്യാഖ്യാനം എന്ത് പറയാം, വേറൊരു ഭാഗത്ത് അതിൻ്റെ എഴുതിയിട്ടുണ്ട്, അതാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ സഹോദരൻ ഷണ്ണൻ വെളിപ്പാട് പുസ്തകം യെശയ്യാവ് 53 വായിച്ചുകൊണ്ടിരിക്കുക. 53 വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പിടിയിൽ എന്തോ വായിക്കുന്നു, അറുക്കാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ. ഇത് വായിച്ചു കേട്ടപ്പോൾ വേറൊരാൾ എന്ത് വേണം, വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്തുമായിരിക്കും വ്യാഖ്യാനിച്ചത്? ഈ കുഞ്ഞാട് വേറെ ആരുമല്ല. അതിനെങ്ങനെ ആയിരിക്കും വ്യാഖ്യാനിച്ചത്? ഉൽപ്പത്തി മുതൽ വന്നു കാണും, അതല്ലേ വ്യാഖ്യാനിക്കുന്നത്. ഷണ്ണോട് ചോദിച്ചോ, സഹോദര നിനക്കറിയാമോ കർമ്മേലല്ലോ മോറിയയിൽ എന്ത് സംഭവിച്ചെന്ന്? അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച് ഓർക്കുന്നുണ്ടോ? അന്നേരം ഒരു കുഞ്ഞാട് അപ്പം അവിടെ നിന്ന് തുടങ്ങി അല്ലെങ്കിൽ ഏതൻ തോട്ടത്തിൽ മുതൽ പറയാം ഇല്ലയോ, ഒരാടിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ അറുത്തു. അപ്പം അങ്ങനെ പറഞ്ഞ് ഇസ്രയേലിന് കൊടുത്ത നിയമങ്ങൾ പറഞ്ഞു, യാഗത്തിൻ്റെ വ്യവസ്ഥ പറഞ്ഞു, പല യാഗങ്ങൾ പറഞ്ഞു ആ കുഞ്ഞാടാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഈ കുഞ്ഞാട്. അങ്ങനെ പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ എഴുതപ്പെട്ട വചനത്തിനകത്തുനിന്ന് എടുത്തു കാണിച്ചിട്ട് അത് വ്യക്തിപരമായി പഠിപ്പിക്കുന്നതാണ് തിരുവചന ധ്യാനം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഈ പുസ്തകം വായിച്ചു നോക്കുക, ഇതിനിണയില്ലാതെ ഇരിക്കുകയില്ല. എവിടെയെങ്കിലും ഒറ്റ ഒരു വാക്യമേ ഒരു ടോപ്പിക്കിനുണ്ടെങ്കിൽ അതുപോലെ എടുക്കണ്ട. അതതിൻ്റെ അർത്ഥമാണ്. ഒരു വാക്യം എവിടെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് സപ്പോർട്ടീവായിട്ട് വേറൊരു വാക്യം ഇതിനകത്ത് കണ്ടിരിക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ വിഷയങ്ങളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ്. ഇനി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 17. John chapter 14 verse 16 and 17. മതി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ട്രിനിറ്റി, ഏക ദൈവം. ട്രിനിറ്റിയിൽ നാം പഠിക്കേണ്ട വിഷയം ഇങ്ങനെയാണ്: എറ്റേണിറ്റി ടു എറ്റേണിറ്റി, ഗോഡ് ദ ഫാദർ. മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് ട്രിനിറ്റി, മാനവജാതിയോടുള്ള ബന്ധത്തിലാണ്. അല്ലെങ്കിൽ ഒറ്റ ഏക ദൈവം, ഏക സത്യ ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ. പക്ഷെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ, മാനവജാതിയോടുള്ള ബന്ധത്തിൽ 3 വ്യക്തിത്വത്തെ കാണിച്ചു. എറ്റേണിറ്റി ടു നിത്യദൈവം, അങ്ങനെ പറയാം, നിത്യദൈവം, ശാശ്വതപ്പാറ, ആദിയിലുണ്ടായിരുന്നവൻ. അപ്പോൾ നീ അനാദിയായും ശാശ്വതമായും. ഉൽപ്പത്തി എഴുതിയപ്പോൾ ആദിയിൽ ദൈവം എന്നാണ് പറയുന്നത്. തൻ്റെ സഹോദരൻ്റെ മരണസമയത്ത് മോശയ്ക്ക് കിട്ടിയ വെളിപ്പാട് ആദിക്കും അപ്പുറത്തുണ്ടായവൻ, അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാ. സ്തോത്രം. അതേ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യം സൃഷ്ടിച്ചു. എന്തിനാ? ടു റിഫ്ലക്റ്റ് ഹിസ് ഇമേജ്, അവനെ വെളിപ്പെടുത്തി കാണിക്കുവാൻ. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനൊന്നും തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ദൈവം എല്ലാം അറിഞ്ഞല്ലോ ചെയ്യുന്നേ. പക്ഷേ നമുക്ക് ഫ്രീ വില്ലുണ്ട്. ദൈവത്തോട് അടുക്കാം, ദൈവത്തോട് അകലാം. എനിവേ, ഈ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശരിയാണ്, അവനെ വീണ്ടും പാപത്തെ വെറുക്കുന്നു, ഭാവിയെ സ്നേഹിക്കുന്നു. ആ തെളിവതല്ലേ? ആദാമേ നീ എവിടെ? ഇനി മേലെ ഇങ്ങോട്ട് വന്നു പോകരുത്, പൊയ്ക്കോ എന്ന് പറഞ്ഞോ? ഇല്ല, ഇനി വാ. അതിനർത്ഥം അതാ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ, therefore come, ഇസ്ലിയെ ആവോ, ഇതുകൊണ്ട് വാ നിങ്ങൾ ഇങ്ങോട്ട്. അവനെ വിളിച്ചു, നീ എവിടെയാ? നീ എൻ്റെ കണ്ണിൽ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. നീ എവിടെ മറിഞ്ഞാലും ഞാൻ നിന്നെ കാണും. നിനക്ക് പറ്റിയ കുഴപ്പം നീ ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. കർത്താവിന് അറിയത്തില്ലയോ? ദൈവത്തിന് അറിയത്തില്ലയോ? അറിയാം. നമ്മൾ സമ്മതിക്കണം നമുക്ക് പറ്റിയ എന്തുവാണ്.
ദൈവം കരുണയോട് ദൈവമാ, സ്നേഹവാനാ. അതിൻ്റെ എത്രയോ തെളിവുണ്ട്. അതേ കാര്യമാണ് യിരെമ്യാവിനെ ദൈവം പഠിപ്പിക്കുന്നത്. ഏത് വാക്യം എന്നറിയാമോ? 18-ാം അധ്യായം. പ്രവാചക, നീ ഒന്ന് എഴുന്നേക്ക്, കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ല്. അതേ കാര്യമാണ് ഉൽപ്പത്തി 1-2 നടക്കുന്നത്. അവൻ ചെന്ന് നോക്കിയപ്പോൾ എന്തിനാ കുശവൻ്റെ കയ്യിൽ വീട്ടിലോട്ട് വിട്ടത്? അവനൊന്നും, ചില കാര്യങ്ങൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളെ കാണിച്ചുകൊണ്ടാണ്, ചില സംഭവങ്ങളെ കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ദൈവത്തിനായി സ്തോത്രം. നമ്മുടെ സദൃശവാക്യങ്ങളല്ലയോ, ഉറുമ്പിനെ നോക്കി, എന്തിനാ ഈ ഉറുമ്പിനെ നോക്കുന്നത്? വചനം അങ്ങനെയാ പറയുന്നത്. നിനക്ക് ഈ ബുദ്ധി തന്നപ്പോൾ നിനക്ക് മാഴ്സിൽ വരെ പോകാനുള്ള ബുദ്ധി ഉണ്ടെങ്കിലും ദൈവം പറയാം, ഇച്ചിരി നേരം ആ ഉറുമ്പിനെ ഒന്ന് നോക്കി, അതിനെ നോക്കി ബുദ്ധി പഠിക്കുക. വേനൽക്കാലത്ത് എന്തോ ശീതകാലത്തിന് വേണ്ടി അവൻ സംഭരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഓരോ കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുന്ന, ഇവനെ കുശവൻ്റെ വീട്ടിലേക്ക് പോയി, കുശവൻ തന്നെ സ്വന്തം കൈകൊണ്ട് പണിതുകൊണ്ടിരിക്കുക. അവൻ പണിയുമ്പോൾ അവൻ്റെ കയ്യിൽ എങ്ങനെ ഇരിക്കുന്നല്ലയോ, അത് പണിതുകൊണ്ടിരിക്കുമ്പോൾ ചീത്തയായിപ്പോയി. മറ്റു കുശവനാളെ എടുത്ത് കളയുമ്പോൾ ഇവൻ ചെയ്തു കാണുന്നില്ല. കാരണം ഈ മണ്ണ് അവൻ്റെ കയ്യിലാണ്. നമ്മളെ സൃഷ്ടിച്ചോ ഇത് തന്നെയല്ലേ? ഇതെന്തുവാ? മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. മണ്ണുകൊണ്ട് മറ്റെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉളവായപ്പോൾ ദൈവം മനുഷ്യനെ പൊടിയിൽ നിന്ന് എടുത്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മനുഷ്യൻ്റെ രൂപം അവൻ മണ്ണുകൊണ്ടുണ്ടാക്കി. ചലിക്കാത്ത കൈകൾ, ചലിക്കാത്ത കാലുകൾ, ചലിക്കാത്ത കണ്ണ്, ചലിക്കാത്ത ഹൃദയം, ചലിക്കാത്ത അവയവങ്ങൾ. പക്ഷേ അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ കരങ്ങൾ ചലിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ജീവശ്വാസം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് ദൈവശ്വാസ്യമാണെന്ന് വചനമുണ്ടോ? വചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. മറ്റേ പരിശുദ്ധാത്മാവ് ആത്മാവ്, അത് തെറ്റല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ വചനം, എല്ലാ വചനവും ദൈവശ്വാസ്യം എന്നോ ദൈവത്തിൻ്റെ ശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ വചനം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ചലിക്കാത്ത കൈ ചലിക്കാൻ തുടങ്ങി. അതിൻ്റെ അർത്ഥം അതല്ലയോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം ഏറ്റെടുത്താൽ ചലിക്കാത്ത വിഷയത്തിൽ ചലനം ഉണ്ടാവുന്ന അർത്ഥം. സ്തോത്രം. ഈ വചനം ഏറ്റെടുക്കുമ്പോൾ ഈ വചനം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഈ വചനം നമുക്ക് പല കാര്യങ്ങളും പഠിക്കാം. ഈ വചനമാരാ? ക്രിസ്തുവാരാ? അടുത്ത കാര്യസ്ഥൻ. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർന്ന് പഠിക്കാനുള്ളതാണ്. ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ അവിടെ ഇവനെ പറഞ്ഞു വിട്ടില്ല. അവനെ അവിടെ കൊണ്ടുവന്ന് അവന് പകരം ഒരു മൃഗത്തെ അറുത്തു, തോലെടുത്ത് അവനെ ഒഴിപ്പിച്ചു. എന്നിട്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ആക്കിയില്ലെങ്കിലോ? അതും അവന് വേണ്ടിയാണ് ചെയ്തത്. കാരണം അവിടെ വേറൊരു വൃക്ഷം കൂടെ ഉണ്ട്, ജീവവൃക്ഷത്തിൻ്റെ ഫലം. അത് തിന്നിട്ടില്ല. അത് തിന്നാൽ ജീവിതത്തിൽ വിടുതലില്ല. അതുകൊണ്ട് അത് ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി അവനെ എന്ത് ചെയ്തു? പുറത്താക്കിയിട്ട് ഇനി എങ്ങോട്ട് കയറാതിരിക്കാൻ അവിടെ ദൂതന്മാരെ വെട്ടുന്ന വാളുമായി വാതിൽക്കൽ നിർത്തി. സ്തോത്രം. അതാണ് വാളേ ഇടയനെ വെട്ടുക എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കേൾക്കണേ, എന്തുകൊണ്ടാണ്? മനുഷ്യനെ സ്നേഹിച്ചതുകൊണ്ടല്ലേ. പാപത്തെ വെറുക്കുന്നു, പക്ഷെ പാപിയെ. ഇനി യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ യോഹന്നാൻ സുവിശേഷം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ മധ്യേ വന്ന് പാർത്തു. സ്തോത്രം. ഒന്ന്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമകനാകുവാൻ അധികാരം കൊടുത്തു. സ്തോത്രം. ആദാം ദൈവത്തിൻ്റെ മകൻ എന്നുള്ളത് പദവിയിൽ സൃഷ്ടിച്ചതാ, അല്ലയോ? മർക്കോസ് പറയുന്നുണ്ട്, ആദാം ദൈവത്തിൻ്റെ മകൻ. ആ മകൻ എന്നുള്ള പദവിയാണ് പാപം ചെയ്തപ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ പദവി മടക്കിക്കൊടുക്കാൻ, സ്തോത്രം, അവന് വേണ്ടി എന്ത് ചെയ്തു? മനുഷ്യനായ ആദാം പാപം ചെയ്ത് കൃപ നഷ്ടപ്പെട്ടപ്പോൾ
അവൻ തന്നെ മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പം ട്രിനിറ്റിയിൽ രണ്ടാമൻ പുത്രൻ മനുഷ്യപുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. ആർക്ക് വേണ്ടി? ഈ മാനവജാതിക്ക് വേണ്ടി. ലോകത്തെ സ്നേഹിച്ചു എന്നല്ല പറയുന്നത്, എല്ലാ മാനവജാതിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു. അപ്പോൾ ട്രിനിറ്റി, അപ്പം നമ്മുടെ ഈ എഫേസ്യ ലേഖനം 1 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ അവനിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ, ഭൂമി ഉണ്ടാകുന്നതിന് മുന്നമേ ഉള്ള കാര്യമായത്, അവനിൽ തിരഞ്ഞെടുത്തു. അപ്പം ഇതൊന്നും യാദൃശ്ചികമല്ലെന്ന് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. പുത്രൻ വന്നു. എന്തിനാ പുത്രൻ വന്നത്? മാനവജാതിക്ക് വേണ്ടി. എന്തിനാ? ജീവനെ കൊടുക്കാൻ. എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിംസൊക്കെ ചോദിക്കും ചോദ്യമല്ലേ, ദൈവത്തിന് പുത്രനുണ്ടോ? എന്നാ കല്യാണം കഴിച്ചത്? ദൈവം എന്നാ പുത്രനുണ്ടായത്? നല്ല ചോദ്യമാണ്. അതിന് തെറ്റല്ല ആ ചോദ്യം. പലപ്പോഴും നമുക്ക് മറുപടി പറയാൻ ഇല്ലാത്ത ചോദ്യമാണ് അത്. എങ്ങനെ ശരിയാവുന്നല്ലോ, ദൈവപുത്രൻ. അപ്പോൾ അതിന് മറുപടി എന്താണെന്നറിയാമോ? ആദാമിനെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മകനായിട്ടാണെങ്കിൽ ഈ മനുഷ്യന് മകൻ എന്നുള്ള പദവി മടക്കി കൊടുക്കാൻ ദൈവം പുത്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യപുത്രനായി. അവനെ കൈക്കൊണ്ടാൽ മതി. അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ എന്ത് കിട്ടും? ആദാമിന് നഷ്ടപ്പെട്ട പദവി നമുക്ക് കിട്ടും. കിട്ടിയോ ഇല്ലയോ? കിട്ടി. സ്തോത്രം. പുത്രൻ നമുക്ക് വേണ്ടി എന്തിനാ വന്നത്? ഇറ്റ് ഈസ് ഫിനിഷ്. ഞാൻ എന്നെ അയച്ച പ്രവൃത്തി തികച്ചു. എന്തുവാ എന്നെ പ്രവൃത്തി? ക്രൂശ്, കാൽവറിയിൽ ജീവനെ നൽകി, രക്തം ചിന്തി ഇല്ലെങ്കിൽ വിമോചനമില്ല. രക്തത്തിലാ ജീവൻ വ്യാപരിക്കുന്നത്. ഈ രക്തം എല്ലാം കറപിടിച്ചതായിരിക്കുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത വിശുദ്ധ രക്തം അശുദ്ധർക്ക് വേണ്ടി ചിന്തിയതാണ് കാൽവരി. അവനിൽ വിശ്വസിക്കുന്നവൻ, ആ രക്തത്തിൽ വിശ്വസിക്കുന്നവന് ദൈവപൈതലാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെ നാം ദൈവമക്കളായിത്തീരുന്നു. പുത്രൻ്റെ പ്രവൃത്തി അവൻ. പക്ഷേ ഞാൻ പോവുക, അതാണ് ഇവിടെ വായിച്ചത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും. ട്രിനിറ്റി അവിടെയുണ്ട്. ഞാൻ പിതാവിനോട് ചോദിക്കും. അടുത്തത്, അപ്പം ഞാൻ ആര്? ക്രിസ്തു. പിതാവ്. ഇനി അടുത്തത്, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ. അതിൻ്റെ അർത്ഥം എന്തുവാ? ഞാനൊരു കാര്യസ്ഥനാണ്. എൻ്റെ ശുശ്രൂഷ ഇപ്പോഴിവിടെ കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകും. പക്ഷേ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യില്ല? അനാഥരായി വിടുകയില്ല. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്നു. നിങ്ങളെൻ്റെ സ്നേഹിതരായി. നിങ്ങൾ ദൈവമക്കളാണ്. പക്ഷേ നിങ്ങളോട് കൂടെ ഇരിക്കാൻ പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് ദൈവപിതാവ്, പുത്രൻ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അതല്ലയോ? അതെന്നല്ല പറഞ്ഞ അവൻ അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അടുത്തത്, ലോകം ആരെ? പരിശുദ്ധാത്മാവിനെ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ മനസ്സിലായോ? മൂന്നായിട്ട് പഠിക്കണം. അത് 3 വ്യക്തിത്വം, 3 ദൈവമല്ല. അങ്ങനെ ചിന്തിക്കരുത്. ആദ്യം മുതൽ എറ്റർണിറ്റി ടു. എന്നാൽ മാനവജാതിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി രക്തം ചിന്തി വീണ്ടെടുക്കുവാൻ പുത്രനായി അവൻ വന്നു. അവൻ്റെ പ്രവൃത്തി അവൻ തികച്ചു. പോകുമ്പോൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നു, ഇനി ഞാൻ പോവുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളെ വിടുകയാണ്, നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. അപ്പോൾ നാം ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് വരെ നമ്മോട് കൂടെ ഇരിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ മകൻ ആകുവാൻ അധികാരം കൊടുത്തു. അവിടം കൊണ്ട് ദൈവമകനായി. നമ്മുടെ ദൈവമക്കളാ.
പക്ഷെ പിന്നെ റോമാലേഖനത്തിൽ പിന്നെ എന്താ വീണ്ടും ഇത് പറയേണ്ടി വന്നത്? ഏതാ? 8-ാം അധ്യായം. അല്ല, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ല. 8-ാം അധ്യായം. അതെ, 8:11 മുതൽ വായിച്ച്. 11 മുതൽ. യെസ്. അടുത്ത താഴോട്ട് വായിച്ചു. ആകയാൽ സഹോദരന്മാരെന്നല്ലേ പറഞ്ഞേ? അടുത്ത താഴെ. അടുത്ത ദൈവാത്മാവ് നടത്തുന്നവർ. ആരോട് പറയുന്ന? റോമാ സഭയോട് പറയുന്ന. സഭയോട് ആരാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവജനമാണ്. അപ്പോൾ ആത്മാവ് ആർക്ക് വേണ്ടിയാ തന്നിരിക്കുന്നത്? പുറമേ ഉള്ളവർക്ക് വേണ്ടിയല്ല, ദൈവസഭയ്ക്ക് വേണ്ടിയാ. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ. ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായും എന്നെ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ സുവിശേഷത്തെ ബൈബിൾ പറയുന്നതുവാ, തൻ്റെ ഏകജനായ പുത്രനെ തരുവാൻ തക്കവണ്ണം യഹൂദനെ സ്നേഹിച്ചു എന്നല്ല പറഞ്ഞത്, ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി സുവിശേഷം, ദൈവരാജ്യം എല്ലാവർക്കും വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ, അവൻ ചെയ്ത പ്രവൃത്തി. എന്തോ ചെയ്ത പ്രവൃത്തി? എളിയവരോട് സദ്വർത്താനം അറിയിക്കണം. അതാ അവൻ ചെയ്ത പ്രവൃത്തി. അതിനുവേണ്ടി മാത്രമാണേ ദൈവരാജ്യം പ്രസംഗിക്കണം, എളിയവരോട് സദ്വർത്താനം അറിയിക്കുക. പിന്നെ അവിടെ എന്തുണ്ട്? വിടുതലുണ്ട്, ബന്ധന വഴിയും എല്ലാം ഉണ്ട്. അത് വചന സദ്വർത്താനം എന്തുവാ? നല്ല വർത്തമാനം. അതെന്തുവാ? സുവിശേഷം, ഗോസ്പൽ, ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അവൻ്റെ പ്രവൃത്തി. അത് ചെയ്തു. അവൻ എല്ലാവർക്കും വേണ്ടി സുവിശേഷം പറഞ്ഞു. പിന്നെ അവൻ ചെയ്യാനുള്ള ബാക്കിയുള്ളത് ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. ഇല്ലയോ? അതല്ലയോ മർക്കോസ് ആണെന്ന് തോന്നുന്നു 14:16 ലാസ്റ്റിലെ വാക്യം എന്തുവാ? അത് തന്നെയാ. അത് വായിച്ച് 14 ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. പെട്ടെന്ന് വായിക്കണേ, സമയം പോയി. 16:19 വായിച്ച്. അത് തന്നെ. അപ്പൊ അവർ പുറപ്പെട്ടെന്ന് പറയുമ്പോൾ അവൻ ചെയ്ത ദൗത്യം അവൻ ഏറ്റെടുത്തല്ലേ അർത്ഥം. ഞാൻ ചെയ്തതിനും, യോഹന്നാൻ 15:14 പറയും ഞാൻ ചെയ്തതിനും അധികം നിങ്ങൾ ചെയ്യും. ഞാൻ ഇത്രേ ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? വചനം ഈ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഊരുകളിലും കയറി ഇറങ്ങി എളിയവരോട് ഞാൻ എന്ത് ചെയ്തു? സദ്വർത്തമാനം അറിയിച്ചു. നമ്മൾ ഇന്ന് ആ വാക്യം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് ആ വാക്യമൊക്കെ ഒത്തിരി അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. കർത്താവ് ഇത്ര ചെയ്യും, ഞാൻ അതിൽ കൂടുതൽ ചെയ്യും, അങ്ങനെ. അതുകൊണ്ട് എന്ത് ഹോളി സ്പിരിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കരുത്. കർത്താവ് തന്നെ പറഞ്ഞു പോയിക്കുക, അധികം എന്തോ അധികം ചെയ്യുന്നത് അവൻ്റെ വചനത്തെ കൊണ്ട് സാക്ഷിയാകുക എന്നുള്ളതിലൂടെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. അവൻ പോയ ഇടങ്ങളിൽ നിന്ന് അതിനപ്പുറത്തേക്ക്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനങ്ങ് എല്ലൂരിയ ദേശം വരെ പോയി, അതിനപ്പുറത്ത് സ്ഥലമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല. പറഞ്ഞ് മനസ്സിലായില്ലയോ? അപ്പോൾ മുൻപോട്ട് പോകട്ടെ. അപ്പോൾ യേശു കർത്താവ് തന്നെ പ്രവർത്തിച്ചു, അവൻ പോയി. ഇവിടെ 14 യോഹന്നാൻ 14 വായിച്ചത്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ ഏതിന് ലോകത്തിന് അവനെ ലഭിപ്പാൻ കഴിയും. അവനെ ആർക്ക് ലഭിക്കും? അവനെ ദൈവസഭയ്ക്ക് ലഭിക്കും. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം പരിശുദ്ധാത്മാവെന്ന വ്യക്തിത്വമായ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? അറിയണം, നമ്മിൽ വസിക്കണം. കഴിഞ്ഞ ബുധനാഴ്ച പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ, മന്ദിരമാണ് നമ്മൾ. മന്ദിരം എങ്ങനെയാണ് മന്ദിരമാകുന്നത്?
ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. സ്തോത്രം. ഇതിനെല്ലാം നിഴലായത് പഴയ നിയമത്തിലാണ്. പൊരുളായത് വന്നപ്പോൾ പഴയ നിയമത്തിൽ കല്ലുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സൗധത്തിലാണ് ദൈവം വസിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലോ നമ്മിലാ ദൈവം വസിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന മന്ദിരമായത് ദൈവത്തിന് സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ ഒന്ന്, സ്പിരിറ്റ് ഫിൽഡ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതം ഒന്ന്. പരിശുദ്ധാത്മാവ് ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? എല്ലാം. അതാണ് ഞാൻ മുമ്പ് വായിച്ചത്, റോമാലേഖനം 8-ാം അധ്യായം വായിച്ചത്. എന്തുവായിരുന്നു? പരിശുദ്ധാത്മാവ്. അപ്പം ആണെന്നുള്ള ലേബല് കിട്ടിയെങ്കിലും ആ മക്കളെന്നുള്ള പദവി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എപ്പോഴ്? ആത്മാവില്ലെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ ഉണ്ട്, നമ്മൾ കൈവിട്ടപ്പെട്ടു പോകും. അപ്പോൾ എന്തോ പറഞ്ഞ കിട്ടി കിട്ടി. ആദാമിന് കിട്ടിയ ആ പതിവ് നഷ്ടപ്പെടുത്തിയില്ലേ? നമുക്ക് ലഭിച്ചു, നമ്മൾ നഷ്ടപ്പെടുത്താം. അതാ പറഞ്ഞു. ആദാം, ഞാൻ പറയട്ടെ, നിങ്ങൾ ചിന്തിക്കുക, ആദാമിനോട് എന്തിനാ ദൈവം പറഞ്ഞത്? നന്മ തിന്മകളെ കുറിച്ച്, നന്മ തിന്മകളുടെ ഫലത്തിൻ്റെ ഫലം എന്തിനാ പറഞ്ഞേ? ഞാൻ നടത്തിക്കോളാം. നന്മ ഏതാ, തിന്മ ഏതാ, നല്ലതേതാ, തീയതേതാ നീ അറിയണ്ട. ഞാനില്ലയോ ഈ തോട്ടത്തില്? ഈ ദൈവാത്മാവ് ഓരോന്ന് എഴുതുമ്പോൾ അതിന് അർത്ഥമുണ്ട്. ഒരു പഴം പറിച്ചു തന്നു, ലാസർ പറഞ്ഞ പോലെ, അതുകൊണ്ട് ഇഷ്ടംപോലെ പഴം എൻ്റെ തോട്ടത്തിൽ വേണം, ഏത് പോലെ പറിച്ചു തന്നു. ഒരു പഴം തിന്നാൻ ആരാണ് ചോദിച്ചെന്ന്? ഒരു പഴം തിന്നിന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി, എന്തുമാത്രം പഴമുണ്ട്, ഏത് വേണമെങ്കിലും പറിക്കത്തില്ലയോ? ഒരു പഴം തിന്നതല്ല വിഷയം. ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ച്, കൽപ്പന എന്ന് പറഞ്ഞാൽ ദൈവഹിതം എന്താണെന്ന് മനസ്സിലായില്ല. രണ്ട്, പിശാച് പറഞ്ഞ എന്തുവാ? നിങ്ങൾ തിന്ന കണ്ണ് തുറക്കും. എടാ, കണ്ണ് തുറന്ന അല്ലയോ ഈ ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസത്താൽ ഹാബേൽ. അപ്പൊ വിശ്വാസം ആ വിഷയം. അനുസരണക്കേടെന്നുള്ളത് പാപമാണെങ്കിൽ തന്നെ, അതാണ് പാപത്തിൻ്റെ മെയിൻ. എങ്കിലും അനുസരണക്കേട് വരാൻ കാരണം അവിശ്വാസമാണ്. ഞാൻ പറയുന്നത് നിങ്ങളോട്, അവിശ്വാസമാണ് മെയിൻ പാപം എന്ന് ഞാൻ പറയുന്നത്. കാരണം ദൈവം പറഞ്ഞു നീ ഇത് ചെയ്യരുത്, പിശാച് പറഞ്ഞു. വാസ്തവമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? തിന്നുന്ന കണ്ണു തുറക്കും. അപ്പൊ ആര് പറഞ്ഞാ വിശ്വസിച്ചത്? അവിശ്വാസമല്ലയോ? അപ്പൊ ദൈവത്തിൽ അവിശ്വാസമെന്ന ദുഷ്ടഹൃദയം, അവൻ്റെ ഉള്ളിൽ ദുഷ്ടഹൃദയം വന്നു. വിശുദ്ധനായി സൃഷ്ടിച്ചവൻ്റെ ഉള്ളിൽ ദുഷ്ടഹൃദയം വന്നപ്പോൾ ചിന്ത പറിച്ചു. അപ്പോൾ അതുവരെ ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടിയാത്, നല്ല ചോദ്യമാണ്. അതുവരെ ഗൈഡ് ചെയ്യുന്ന ദൈവമായിരുന്നു. മോനെ, നീ ഇത് പറിക്കണം, ഇത് കഴിക്കണം, നീ ഇത് കഴിച്ചു, ഇങ്ങനെ പോയി, ഞാൻ പറയാം, നാളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. പക്ഷെ അവനത് സ്വന്തമായിട്ട് ഇത് തന്നെയാണ് ഇസ്രായേലും പറഞ്ഞത്. ഞങ്ങൾക്ക് രാജാവിനെ വേണം. ഈ രാജാവ് ആരാ? ഭരിക്കുന്നവൻ. എൻ്റെ ജനത്തെ, എൻ്റെ കിങ്ഡമിൽ ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവൻ. ഞങ്ങൾക്ക് അപ്പം വേണമെന്ന് പറയാൻ കാരണം എന്തുവാ? ബൈബിൾ നോക്കി, ഫെലിസ്തീന് രാജാവുണ്ട്, അമോന് രാജാവുണ്ട്. അവരെ ഈ ബൈബിളിൽ ചുറ്റും നോക്കി. നിന്നോട് ആരും ചുറ്റും നോക്കാൻ?
നോക്കേണ്ടവനെ നോക്കിയിരുന്നെങ്കിൽ തെറ്റത്തില്ലായിരുന്നു. ചുറ്റും നോക്കിയപ്പോൾ എന്താ കുറ്റം പറ്റിയത്? ഞങ്ങൾക്ക് വേണം. അയ്യോ, ശമൂവേലിന് ഭയങ്കര സങ്കടമായിപ്പോയി. ദൈവം കുഞ്ഞെ, നീ എന്തിനായിക്കാരെ? അവർ എന്നെയാ ഉപേക്ഷിച്ചത്. വാഴിച്ചു കൊടുത്തേരെ. ഏതെങ്കിലും ശരിയായിട്ടുണ്ടോ? വാഴിച്ചു കൊടുത്തേ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കണം, ജീവപര്യന്തം അവൻ അടിമയായിരിക്കും. നിങ്ങൾ കുഞ്ഞുകുട്ടികൾ ആബാലപ്പെടുത്തും അവനെ സേവിക്കുന്ന എഴുതുന്നത് അല്ലേ? അങ്ങനെ എഴുതിക്കുന്നത്. ഇതിൽ എത്ര നല്ലതാണ് ദൈവത്തെ സേവിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ചാൻസസ് നഷ്ടപ്പെടുത്തി. ഇതാണ് ആദാം അന്ന് ചെയ്തത്, അവന് തലമുറ ചെയ്തത്. അതുകൊണ്ടാണ് ബീച്ചാൻ ചോദ്യം, ഇന്നും മക്കളായി എന്ത് അവനെ കൈക്കൊണ്ട്. അതുകൊണ്ടായത് മക്കളെ, മക്കളാണെങ്കിൽ ഇനി ഞാനാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്, ഇല്ലയോ? അതായത് തെളിവാ. നീ ആരാകുന്നു? ആരാ പറയുന്നേ? എല്ലാം അറിയാവുന്നവൻ, ന്യായപ്രമാണം മുഴുവനും പഠിച്ചവൻ, ഗമാലിയേലിന്റെ പാദപീഠം വരുന്നത്. അവന് മനസ്സിലായി എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരുവൻ. എനിക്ക് നിന്നെ അറിയുവാൻ ആഗ്രഹമുണ്ട്. ഒറ്റ മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാ. അവിടെ മുതൽ ഒരു സ്വതന്ത്രം പറയണേ, അവിടെ മുതൽ നടന്നൊരു കാര്യമാണ് ഗലാത്യ ലേഖനം ചെയ്ത് വെക്കുന്നത്. ഇനിയും ഞാൻ 2:20 3:20 ഏതോ 2:20 തോന്നുന്നു. 2:20 എന്തോ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നു. എവിടെ വെച്ച് പറഞ്ഞ ഇനി? ഹലോ, ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച്. ഇതുവരെ ഞാൻ വന്നത് ഞാൻ പഠിച്ച ന്യായപ്രമാണ പ്രകാരം. ഇനി ഞാൻ ജീവിക്കുന്നുവെങ്കിൽ അടുത്തത് ഞാനല്ല. എന്നെ അതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. എനിക്ക് somebody is there for me to control me. ഇനിയും ഇനി എന്നുള്ള എൻ്റെ വിഷയം. ഇനി എന്നുള്ള ആ സംഭവം നടന്നത് ദമസ്കോസിന് പടിവാതിൽക്കലാണ്. ഇനിയും ഞാൻ ജീവിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി ഇരിക്കുന്നത്, എനിക്ക് വേണ്ടി അടുത്തത് എന്നെ സ്നേഹിച്ച് ഹല്ലേലൂയ, അവനിലുള്ള വിശ്വാസം ജീവിക്കുന്നു. അപ്പൊ മകനായവനും നടത്തിപ്പുകാരനുണ്ട്. ഇടത്തോട്ട് വലത്തോട്ട് പോകാൻ അനുവാദമില്ല. വഴി ഇതാകുന്നു, ഇതിലേ പോകുക എന്ന് പറയുന്ന ഒരുവൻ പുറകിലുണ്ട്. അത് പരിശുദ്ധാത്മാവാ. വേറൊരുവൻ മുൻപിലുണ്ട്, അത് നയിക്കുന്ന ഇടയനായ ക്രിസ്തുവാ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അവരെ അനുഗമിക്കത്തില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ടുപോയാൽ ഒരിക്കലും ഈ പുത്രത്വം മാറുകയില്ല. മക്കളെന്നുള്ള പദവി നഷ്ടപ്പെടത്തില്ല. ഏതിനിൽ ആദാം നഷ്ടപ്പെടുത്തതുപോലെ ഇന്നും ദൈവസഭയിലുള്ള ആത്മീയ മക്കൾക്ക് നഷ്ടപ്പെടുത്താം. അത് ഞാൻ പറഞ്ഞു വന്നത്. നമ്മളായിരിക്കുന്നത്. അതിനൊക്കെ എത്രയോ തെളിവുകളുണ്ട്. നിത്യത ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ഇതിനെ സൂക്ഷിക്കുവാനും കളയാനും നമുക്കധികാരമുണ്ട്. എന്നാൽ ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട്, ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലേ, ഒരുവനെ ദൈവം സ്നേഹിച്ചാൽ നിത്യതയോളം സ്നേഹിക്കും. എത്ര ഭംഗിയായിരിക്കുന്ന ആ വാക്കല്ലയോ? അവസാനത്തോളം സ്നേഹിക്കും എന്ന് പറഞ്ഞാൽ മക്കളായതുകൊണ്ടല്ലേ പത്രോസിന് ചാൻസ് കൊടുത്തത്.
മക്കളായതുകൊണ്ടാ. യൂദ ചെയ്തതുപോലെ തന്നെ തെറ്റാ പത്രോസ് ചെയ്തത്. യൂദ വേറൊരു വിധം ചെയ്തതുപോലെ പത്രോസ് വേറൊരു ചെയ്തു. പക്ഷെ രണ്ടുപേർക്കും കർത്താവ് ചാൻസ് കൊടുത്തു. എന്തിനാ യൂദായെ ഓർത്ത് ഹൃദയം വിലപിച്ചത്? ഇത്രയും ചാൻസ് കൊടുത്ത് ഇവന് മാനസാന്തരപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ടും ഇവൻ പോയല്ലോ, ഇല്ലയോ? ഇനിയും ഇവനെ കാണിച്ചുകൊണ്ട് ക്രൂശിക്കപ്പെടാൻ കൊണ്ടുപോയപ്പോഴും ഈ പണം തിരിച്ചു കൊണ്ടുപോയപ്പോഴും അവർ പോലും മേടിച്ചില്ല. അന്നേരമെങ്കിലും ഞാൻ എൻ്റെ പ്രാണപ്രിയനെ കാണിച്ചു കൊടുത്തില്ലോ എന്ന് പറഞ്ഞാൽ പറയായിരുന്നു. ചാൻസ് കിട്ടിയില്ലേ? അവന് കിട്ടിയതാ. പക്ഷേ വേറൊരു വാക്യമുണ്ട്. അവിടെ അരമനയിൽ വെച്ച് തന്നെ പത്രോസ് എന്ത് ചെയ്തു? അതിദുഃഖത്തോടെ കരഞ്ഞു. അതാ മാനസാന്തരം. അവന്റെ പുത്രത്വം നിലനിർത്തി മറ്റവന്റെ പുത്രത്വം പോയി. അതെ, മടങ്ങി വന്നു. 12 പേരിൽ യൂദായും ഉണ്ടായിരുന്നില്ലയോ? അവനെ ബോധിച്ചവരെ എടുത്തപ്പോൾ ഇവനും ഉണ്ടായിരുന്നു. മുമ്പോട്ട് പോട്ടെ, ഈ ചോദ്യത്തിന് മറുപടി ഇപ്പം പറഞ്ഞത്. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവ് എന്തുവാ? ഈ പരിശുദ്ധാത്മാവ് ലോകർക്ക് വേണ്ടിയല്ല, ദൈവഭക്തന് വേണ്ടി. ഇതിനു വേണ്ടിയാ? നടത്താൻ. അപ്പോൾ നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവ്, കാര്യസ്ഥൻ. വേറൊരു ഭാഗത്ത് ഞാൻ പിന്നെ അടുത്ത ആഴ്ച പറയാം. ഒരു കാര്യസ്ഥൻ എവിടെയുണ്ട്? ഉയരത്തിൽ, പിതാവിൻ്റെ വലഭാഗത്ത്. 1 യോഹന്നാൻ 2:1. അവിടെ നിന്ന് വായിച്ചേ. 1 യോഹന്നാൻ 2:1. അതെ, ഒരു കാര്യസ്ഥൻ അവിടെ ഉണ്ടെന്ന്. ഇത്ര ക്രമീകരണം ചെയ്ത് കഴിയുമ്പോൾ തന്ന് പിന്നെയും ദൈവത്തിന് വിട്ടുപോയാലോ? കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. അഥവാ വേറൊരു കാര്യസ്ഥൻ അവിടെ, ഒരു കാര്യസ്ഥൻ കൂടെ. ദൈവത്തിൻ്റെ ക്രമി. ഇതുകൊണ്ടാണ് ഇനിയും ഞാൻ ഈ തോട്ടത്തിന് വേണ്ടി എന്ത് ചെയ്യണം? എന്നിട്ടും ദൈവസാന്നിധ്യം വിട്ടുപോയാൽ അവനും അങ്ങ് ചെല്ലുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇത്ര ക്രമീകരണം ദൈവം ചെയ്തു. 1, കൂടെ നടക്കാനൊരു കാര്യസ്ഥൻ. 2, പാപം ചെയ്താൽ നിനക്ക് വേണ്ടി മധ്യസ്ഥത പറയുവാൻ വേറൊരു കാര്യസ്ഥൻ. അത് ക്രിസ്തു പിതാവിൻ്റെ വലഭാഗം കാര്യസ്ഥനായി. നമുക്ക് എന്തോ കാര്യസ്ഥത പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്ക്. നമ്മുടെ ഈ റബ്ബറും തോട്ടത്തിൽ കാര്യസ്ഥന്മാരുണ്ട്. മുതലാളിയല്ല, മുതലാളിക്ക് വേണ്ടി എല്ലാ കാര്യവും ചെയ്യുന്നവൻ. അത് ശരിക്കുള്ള പേരെനിക്ക് ഇപ്പോൾ റൈറ്റർ എന്നാണ് പറയുന്നത്. ശരിയാ, അത് തന്നെ. എന്തെങ്കിലും ആട്ടെ, ഞാനങ്ങ് പറയാം. ഒരു വലിയ തോട്ടമുണ്ടെങ്കിൽ ആ മുതലാളിക്കൊന്നും അറിയത്തില്ല ആരാ പണിക്കാർ, ആരാ എന്തുവാ, എല്ലാം ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ കാര്യവും അവനാ ചെയ്യുന്നത്. നാമാണ് ഈ ഭൂമിയിൽ നമ്മുടെ രക്ഷയ്ക്ക് നാമാണ് ഉടമസ്ഥനെങ്കിലും നമ്മെ കൺട്രോൾ ചെയ്യുന്ന അവനാ. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ മുതലാളിയോട് എനിക്കറിയത്തില്ല, പുള്ളിയോട് ചോദിക്കും, പുള്ളിക്കറിയാവുന്നേ പറയത്തുള്ളൂ. നമ്മളെപ്പറ്റും അറിയാവുന്ന അവനേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അതല്ലയോ? പിന്നെ ഒരാൾ കൂടെ ഉണ്ട്, ആ വേറെ വിഷയം. ഈ കൂടെയുള്ള എന്തുവാ? പ്രാർത്ഥിക്കാൻ പോലും നിങ്ങൾക്ക് അറിയത്തില്ലെന്നേ. എന്തോ രസമുണ്ട് ആ വാക്യമൊക്കെ. വേണ്ടും പോലെ നമ്മളൊക്കെ വേണ്ടും പോലെ വ്യാകരണമൊക്കെ വെച്ച് എന്ന് അഖിലാണ്ട കണ്ട കടകാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പറയേണ്ടതൊക്കെ മറന്നു പോകും. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുമ്പോഴേ അങ്ങനെ വ്യാകരണമൊക്കെ വെച്ച് കർത്താവ് ദൈവം വചനം പറയുകയാണ്, നിങ്ങൾക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ല. പിന്നെന്തോ അറിയാം? സ്വർഗത്തിലെ ഹിതമറിഞ്ഞ് നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് നമ്മോട് കൂടെയുള്ള കാര്യസ്ഥനാണ്. എത്ര നല്ല ക്രമീകരണമായില്ലയോ പരിശുദ്ധാത്മാവ്. അപ്പം പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ഈ പരിശുദ്ധാത്മാവാൽ നിയന്ത്രിതമായ ഒരു ജീവിതം.
അതാണ് ആത്മനിറവിൻ ജീവിതം എന്ന് പറയുന്നത്. ആത്മനിറവിൻ ജീവിതം എന്ന് പറയുന്നത് അതാ. ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കാം, അടുത്ത ആഴ്ച ബാക്കി പഠിക്കാം. ഇത് കണ്ടിന്യൂ ചെയ്യണോ? ഒരു ഭക്തനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുക. ഒരു ഭക്തനെ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ഭക്തനെ ദമസ്കോസിൽ പടിവാതിക്കൽ വെച്ച് അവൻ്റെ എല്ലാ കഴിവും തള്ളി താഴെ ഇട്ടു. നിന്റെ ഒന്നും ഇനി വേണ്ട, ഇനി ഞാൻ അതിൻ്റെ കണ്ണോട് ചെയ്യുന്നു. അവൻ്റെ ശുശ്രൂഷ ആരംഭം പോയിരുന്ന് പ്രാർത്ഥിക്കുക. നേർവീതിയിൽ യൂദായുടെ ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന പൗലോസ്, പ്രാർത്ഥിക്കുന്ന പൗലോസ് അനന്യാസോട് പറഞ്ഞു കൊടുക്കാതെയോ, അവൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അനന്യാസ് വന്ന്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാർത്ഥിച്ച ആത്മപൂർണനാകും. അതിനർത്ഥം ഇനിയും നീ ആത്മാവിൻ്റെ നടത്തിപ്പിനെ പോകാൻ പറ്റത്തുള്ളൂ. നിന്നെ കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാ. ഇനിയും നിന്റെ ഗമാലിയലിന്റെ പാത്മീനം പഠിച്ചതൊന്നുമല്ല ഇവിടെ. ഇനി അതൊന്നും വേണ്ട, ഞാൻ നിന്നെ പഠിപ്പിക്കാം. കൊണ്ടുപോയോ യഹൂദ മരുഭൂമിയിൽ, അറേബ്യ മരുഭൂമിയിൽ പഠിപ്പിച്ചപ്പോൾ സ്വർഗത്തോളം ഇറക്കപ്പെട്ടു, 3-ാം സ്വർഗത്തോളം. അവിടെ നിന്നാണ് ദൈവസഭയ്ക്ക് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചതെന്നാൽ കർത്തൃമേശയുടെ ഉപദേശം വരെ മാർമികമായി വെളിപ്പെടുത്തി കൊടുക്കുന്നത് പൗലോസാ. സ്നാനത്തിൻ്റെയും എല്ലാം അതാത് നിലയിൽ പഠിക്കണം. യേശു കർത്താവിൻ്റെ ഉപദേശം ഒട്ടും തെറ്റല്ല. അപ്പോൾ തന്നെ ഉപദേശ സത്യങ്ങൾ പുതുനിയമത്തിന് വേണ്ടി അനുഗ്രഹിക്കുന്നത് അധികമായി റിവീൽ ചെയ്ത് കൊടുത്ത പൗലോസിൽ കൂടെയാണ്. അതുകൊണ്ടൊക്കെ പൗലോസിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയല്ല വന്ന്. എന്നാൽ ദൈവം 14 ലേഖനങ്ങൾ എഴുതാൻ പൗലോസിനെ ഉപയോഗിച്ചോ ദൈവം. മർമ്മം വെളിപ്പെടുത്തി കൊടുത്തു. പുതിയ നിയമസഭയിൽ യഹൂദന്മാർ മാത്രമല്ല യവനന്മാരുമുണ്ട്. എല്ലാം ഒന്നിച്ചുള്ളതാണ് സഭയെന്ന് വെളിപ്പാട് കിട്ടിയാർക്കാ? പൗലോസിനാ, പത്രോസിനല്ല. തുപ്പട്ടി ഇറങ്ങി കൊടുത്തിട്ടും പത്രോസിന് വയ്യായിരുന്നു. അപ്പോൾ ഓരോ മർമ്മം അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ എവിടെ വെച്ച് ഇതെല്ലാം കിട്ടുന്നത്? അവൻ പഠിച്ചതൊന്നുമില്ല. പക്ഷെ ആത്മപൂർണനായപ്പോൾ ലഭിച്ച ഉപദേശ സത്യങ്ങൾ നടക്കേണ്ടുന്ന വഴി കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും.